സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കലൂർ സ്റ്റാൻഡിൻ്റെ സമീപ പ്രദേശത്താണ്. ഇവിടെ നിന്നും ബസ് മാർഗം വേണം നിശ്ചിത സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. ഇപ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. എന്നാൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എത്തിയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് എറണാകുളം സൗത്ത് മാർഗം പോകേണ്ട ബസ് ലഭിക്കും. ഈ കാണുന്നത്, എൻ്റെ നേരെ മുന്നേ കാണുന്നത് കലൂർ മെട്രോ സ്റ്റേഷനാണ്. കലൂർ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലൂടെയുള്ള സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് റോഡിൻ്റെ അങ്ങേവശം എത്തിച്ചേരുമ്പോൾ അവിടെ നിന്നും ബസ് മാർഗം വേണം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് എത്തിച്ചേരാൻ. കലൂർ മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്, ഷെഡുണ്ട്. ഒപ്പം തന്നെ സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാം. സ്റ്റാൻഡിൻ്റെ ഒരു വശം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. സൗത്ത് പോകുമോ? വൈറ്റില ഹബ്ബ് ബസ്സിലൂടെ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. എത്രയോ വ്യക്തികൾ ഇന്ന് സമ്പന്നന്മാരാണ് കേരള ഭാഗ്യക്കുറിയിലൂടെ. 70 ദിവസമായതുകൊണ്ടാവാം ബസ് കാലിയടിച്ച് നിൽക്കുന്നു. എന്തായാലും വഴിനീളമുള്ള കാഴ്ചകളും കണ്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്, റെയിൽവേൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തിച്ചേരാം. നിങ്ങൾക്കായി സംപ്രേഷണം ചെയ്യുന്നു. സൗത്ത് മറ്റൊരു ബസ്സേ കയറി. ആദ്യം കയറിയ ബസ്സിൽ തീർത്തും ആളില്ല. അത് ചിലപ്പോൾ പുറപ്പെടാൻ താമസിക്കുമായിരിക്കും. അതുകൊണ്ട് മറ്റൊരു ബസ്സിലൂടെ നമുക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങാം. ഇതിൻ്റെ ബാക്കിലാണ് EVS മറ്റോ ആണെന്ന് തോന്നുന്നു ആശുപത്രി. ആ ഹോസ്പിറ്റലിൽ ഞാൻ പണ്ട് ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ ഹോം നേഴ്സായിട്ട് എത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചെന്നൈ, മുംബൈ, കൽക്കട്ട, ഡൽഹി, പൂനെ തുടങ്ങിയ വലിയ കൊച്ചിൻ ഉൾപ്പെടെ വലിയ മഹാനഗരങ്ങളിൽ ജീവിക്കുന്ന ഭൂരിഭാഗം പേര്, എല്ലാവരും മറ്റും ഇല്ല കേട്ടോ, നല്ലൊരു ശതമാനം വ്യക്തികൾ അത്തരം ഒരു സ്വഭാവ ശൈലി കൊണ്ടു നടക്കുന്നവരാണ് എന്നത് ഞാൻ പലപ്പോഴും അവരുമായിട്ട് ഇടപഴകിയിട്ടുള്ളതിൽ വെച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ്. YMCA എറണാകുളം ആണ് നമ്മുടെ മുന്നിലൂടെ കാണുന്നത്. എനിക്ക് YMCA എറണാകുളത്ത് ഫാമിലിയായിട്ടൊന്ന് താമസിക്കാനായിട്ട് റൂം ചോദിച്ചപ്പം, ഇപ്പോഴല്ല 2022 1200 രൂപയാണ്.
റൂമിന് അവർ പറഞ്ഞ റേറ്റ്. അന്ന് ഞങ്ങൾ പിന്നെ അത് 1200 1400 മറ്റോ എന്ന് തോന്നുന്നു. അതാണ്ട് ഇതാ IMCയുടെ ഓഫീസും കാര്യങ്ങളും, ഇതിനകത്തൂടെ കയറി പോകണം. ആയിരത്താണ് അവർ ആവശ്യപ്പെട്ടത് എന്നാണ് ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചത്. എന്നാൽ അത് വേണ്ടെന്ന് വെച്ചാൽ ആ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് തന്നെയുള്ള ഒരു സാരംഗ് എന്നും പറഞ്ഞ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയായിരുന്നു. റൂം എടുത്ത് 10 ദിവസത്തോളം ഞങ്ങൾ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്രകാരം 10 ദിവസം ഞങ്ങളവിടെ സ്റ്റേ ചെയ്തു. അവിടെ എനിക്ക് തോന്നുന്നു 1000 രൂപയും ടാക്സ് വാങ്ങാൻ തോന്നുന്നു, അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. കാഴ്ചകളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിശ്ചിത സ്ഥലം എത്തിക്കഴിഞ്ഞു. എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നിശ്ചിത സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങൾ ഉള്ളതിനാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വഴിക്ക് തന്നെ ഇറങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.